തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ വിദ്യാലയം ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് പ്രോജക്റ്റ് അപ്രൈസൽ ആൻഡ് റിപ്പോർട്ട് എന്നുള്ളതാണ്. എന്താണ് അപ്രൈസൽ? അപ്രൈസൽ എന്നുള്ള വാക്കിന് എസ്റ്റിമേഷൻ, അസസ്മെൻറ്റ്, ചെക്കിംഗ്, അനലൈസിംഗ് എന്നൊക്കെ അർത്ഥമുണ്ട്. പ്രോജക്റ്റ് അപ്രൈസൽ, പദ്ധതി വിലയിരുത്തൽ എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പ്രോജക്റ്റ് അപ്രൈസൽ ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ആൻഡ് ബെനഫിറ്റ്സ് ഓഫ് എ പ്രോജക്റ്റ് ടു അറൈവ് അറ്റ് എ ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഒരു പദ്ധതിയുടെ ചെലവ് എന്തൊക്കെയാണ്, അതിൽ നിന്നും എന്തൊക്കെ ബെനഫിറ്റുകൾ, നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ, നിക്ഷേപിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനെയാണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് നമ്മൾ പറയുന്നത്. പ്രോജക്റ്റ് അപ്രൈസൽ ഈസ് ദ സിസ്റ്റമാറ്റിക് ആൻഡ് കോംപ്രിഹെൻസീവ് റിവ്യൂ ഓഫ് എക്കണോമിക്, എൻവയോൺമെന്റൽ, ഫിനാൻഷ്യൽ, സോഷ്യൽ, technological and other aspects of project to determine whether it will meet the organizational objectives. ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രോജക്റ്റിനെ വിശദമായിട്ട് പഠിക്കുന്ന, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന, വിശകലനം ചെയ്ത് പഠിക്കുന്ന, അത് ഏതൊക്കെ മേഖലകളിലാണ്? പല മേഖലകളും പഠിക്കുന്നു. എൻവയോൺമെൻ്റൽ, പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള, സാങ്കേതികമായിട്ടുള്ള, കൂടാതെ മറ്റ് മേഖലകളും ഒക്കെ പ്രോജക്റ്റിൻ്റെ എല്ലാ വശങ്ങളും അനലൈസ് ചെയ്യുന്ന ഒരു കോംപ്രിഹെൻസീവും അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വിലയിരുത്തൽ, മൂല്യനിർണ്ണയമാണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്നത്. Project appraisal is generally the most important stage in the project life cycle. പ്രോജക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേജാണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്നുള്ളത്. ബിക്കോസ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് പ്രോജക്റ്റ് അപ്രൈസൽ ദ ഓൺട്രപ്രണർ ക്യാൻ ഡിസൈഡ്സ് വെദർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ നോട്ട്. ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോജക്റ്റിൽ ധനം അല്ലെങ്കിൽ മൂലധനം മുടക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ പ്രോജക്റ്റ് അപ്രൈസൽ നടത്തിയതിന് ശേഷം മാത്രമാണ്. പ്രോജക്റ്റ് ഈസ് ഇവാലുവേറ്റഡ് ബൈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ധനകാര്യ സ്ഥാപനങ്ങളാണ് പ്രോജക്റ്റ് പലപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ടു ഡിറ്റർമൈൻ the credit worthiness before extending the financial assistance. സാമ്പത്തികമായിട്ടുള്ള സഹായം ലോണുകളായിട്ടോ മറ്റ് രീതിയിലോ ഈ ബിസിനസ് സംരംഭങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഈ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രോജക്റ്റ് അപ്രൈസൽ നടത്തുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? പ്രോജക്റ്റ് അപ്രൈസൽ എന്നാൽ എന്തെന്ന്. ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ആസ്പെക്ട്സ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസൽ. ഈ പ്രോജക്റ്റ് അപ്രൈസലിന് പല വശങ്ങളുണ്ട്, പല ആസ്പെക്റ്റുകളുണ്ട്. അത് വിശദമായിട്ട് നമ്മൾ പഠിക്കുവാൻ പോകും. ദ വേരിയസ് ആസ്പെക്ട്സ് ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ടു അസസിങ് ദ വയബിലിറ്റി ഓഫ് എ പ്രോജക്റ്റ് ആർ. ഒരു പ്രോജക്റ്റിൻ്റെ വയബിലിറ്റിയെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പല ഘടകങ്ങളും, പല വശങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ടെക്നിക്കൽ അപ്രൈസൽ, സാങ്കേതികമായിട്ടുള്ള അതിൻ്റെ വിലയിരുത്തൽ അല്ലെങ്കിൽ അപ്രൈസൽ അല്ലെങ്കിൽ അനാലിസിസ്. ആ പ്രോജക്റ്റിനെ സാങ്കേതികമായിട്ട് നമ്മൾ പഠിക്കുന്നു. രണ്ടാമതായിട്ട് മാനേജ്മെൻറ്റ് അപ്രൈസൽ, അതിൻ്റെ ഭരണപരമായിട്ടുള്ള, മാനേജരിയൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കുന്നു. മൂന്നാമതായിട്ട് പാരിസ്ഥിതികമായിട്ടുള്ള, എൻവയോൺമെൻ്റൽ ആസ്പെക്ട്സ്. നാലാമതായിട്ട് മാർക്കറ്റ് അപ്രൈസൽ. അഞ്ചാമതായിട്ട്
എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ അപ്രൈസൽ. ഇങ്ങനെ 5 ആസ്പെക്ട്സ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസലാണ് നമ്മൾ അടുത്ത് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് സാങ്കേതികമായിട്ടുള്ള ഒരു അപ്രൈസൽ വിലയിരുത്തൽ, ടെക്നിക്കലായിട്ടുള്ള അപ്രൈസൽ. ത്രൂ ടെക്നിക്കൽ ഫീസിബിലിറ്റി the project manager has to ensure the adequacy of proposed plant and equipment to produce the product within the prescribed norms. അതായത് സാങ്കേതികമായിട്ടുള്ള പഠനത്തിലൂടെ, സാങ്കേതികമായിട്ടുള്ള വിലയിരുത്തലിലൂടെ പ്രോജക്റ്റ് മാനേജർ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യം, പ്രപ്പോസ്ഡ് ആയിട്ടുള്ള പ്ലാന്റും എക്യുപ്മെൻറ്റും അതിൻ്റെ സാങ്കേതിക വിദ്യകളും ഒക്കെ ലഭിക്കുമോ, നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഈ പ്രോജക്റ്റിൽ പറയപ്പെടുന്ന ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ടെക്നോളജികളും അതിൻ്റെ സാങ്കേതിക വിദ്യകളും എല്ലാം ഉണ്ടാകുമോ, ലഭിക്കുമോ എന്നുള്ളത് പ്രോജക്റ്റ് മാനേജർ അതിനെ ഉറപ്പുവരുത്തേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഈ പ്രോജക്റ്റ് അപ്രൈസൽ, ഈ ടെക്നിക്കൽ ഫീസിബിലിറ്റി, ടെക്നിക്കൽ അപ്രൈസൽ നടത്തുമ്പോൾ ചില ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫാക്ടേഴ്സ് കൺസിഡേർഡ് വൈൽ അസസിങ് ദ ടെക്നിക്കൽ ഫീസിബിലിറ്റി. ഒന്നാമതായിട്ട് അവൈലബിലിറ്റി ഓഫ് ലാൻഡ് ആൻഡ് സൈറ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിന് നല്ല രീതിയിലുള്ള ഒരു ലാൻഡും അതിനുള്ള ഭൂമിയും തക്കതായിട്ടുള്ള സൈസായിട്ടുള്ള ഒരു സ്ഥാപനമൊക്കെ നമുക്ക് ലഭിക്കുമോ എന്ന് നമ്മൾ നോക്കണം. രണ്ടാമതായിട്ട് അവൈലബിലിറ്റി ഓഫ് വാട്ടർ, പവർ, റാ മെറ്റീരിയൽസ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. ജലത്തിൻ്റെ ലഭ്യത, കറണ്ടിൻ്റെ ലഭ്യത, റാ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത പദാർത്ഥങ്ങളുടെ ലഭ്യത, വാഹന സൗകര്യം, ഗതാഗത മാർഗങ്ങൾ, മറ്റ് ആശയവിനിമയ മാർഗങ്ങൾ, ഇതെല്ലാം ലഭ്യമാണോ എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് അവൈലബിലിറ്റി ഓഫ് സർവീസിംഗ് ഫെസിലിറ്റീസ് ലൈക്ക് മെഷീൻ ഷോപ്സ്, ഇലക്ട്രിക് ഷോപ്സ്. എപ്പോഴും ഒരു സ്ഥാപനത്തിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാകുന്ന സ്ഥലമാണോ, സേവന സൗകര്യങ്ങൾ ലഭിക്കുമോ, മെഷീൻ ഷോപ്പുകളും ഇലക്ട്രിക് ഷോപ്പുകളും ഒക്കെ അടുത്ത് ഉണ്ടോ, അവ ലഭ്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവൈലബിലിറ്റി ഓഫ് വർക്ക് ഫോഴ്സ് ആസ് പെർ റിക്വയർഡ് സ്കിൽ ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് പ്രപ്പോസ്ഡ് ഫോർ ട്രെയിനിങ് ഇൻ പ്ലാന്റ് ആൻഡ് ഔട്ട്സൈഡ്. അതായത് ഒരു പ്ലാന്റിലത്തേക്കും പുറത്തും ഒക്കെ നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിന് ലഭിക്കുമോ, ഇത് നമ്മൾ ഈ ഇത്രയും ഫാക്ടേഴ്സാണ് നമ്മൾ പ്രത്യേകിച്ച് ടെക്നിക്കൽ അപ്രൈസൽ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമതായിട്ട് മാനേജ്മെൻറ്റ് അപ്രൈസൽ. പ്രോജക്റ്റ് അപ്രൈസലിൻ്റെ രണ്ടാമത്തെ ആസ്പെക്റ്റ് മാനേജ്മെൻറ്റ് അപ്രൈസൽ. ഇറ്റ് അനലൈസസ് ദ മാനേജരിയൽ കേപ്പബിലിറ്റി ഓഫ് ആൻ എൻ്റർപ്രണർ. തുടങ്ങുന്ന തൊഴിൽ സംരംഭകന്, ഓൺട്രപ്രണർക്ക് മാനേജരിയൽ കപ്പാസിറ്റി ഉണ്ടോ, അത് നടത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടോ. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ, മാനേജരിയൽ അപ്രൈസൽ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിസോഴ്സ്ഫുൾനെസ്, ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്, പാസ്റ്റിലുള്ള പെർഫോമൻസ്, മുമ്പ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ഒരു പ്രൊമോട്ടറുടെ അല്ലെങ്കിൽ എൻ്റർപ്രണറുടെ മുമ്പുള്ള കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, നല്ല കഴിവുള്ള ആളാണോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമതായിട്ട് വേണ്ടത് ഇറ്റ് സ്റ്റഡീസ് ദ റിപ്പോർട്ട് ദാറ്റ് മോസ്റ്റ് ഓഫ് ദി എൻ്റർപ്രൈസസ് ഫോൾ സിക്ക് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് മാനേജരിയൽ കോമ്പീറ്റൻസ് ഓർ മിസ്മാനേജ്മെൻറ്റ്. പഠനങ്ങളെല്ലാം തെളിയിക്കുന്നതെന്ന് പറയുന്നത്, മനസ്സിലാക്കുന്നത്, മാനേജരിയൽ കോമ്പീറ്റൻസ് ഇല്ലാത്തതുകൊണ്ട്, മാനേജ്മെൻറ്റ് കോമ്പീറ്റൻസ് ഇല്ലാത്തതുകൊണ്ട്
മിസ്മാനേജ്മെന്റ് നടത്തിയതുകൊണ്ട്, ശരിയായിട്ട് മാനേജ് ചെയ്യാത്തതുകൊണ്ട്, നേരാവണ്ണം ബിസിനസ് നടത്താത്തതുകൊണ്ട് പല സ്ഥാപനങ്ങളും അടഞ്ഞു പോയിട്ടുണ്ട്, നിർത്തിപ്പോയിട്ടുണ്ട് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രോജക്റ്റ് അപ്രൈസലിൻ്റെ മൂന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ അപ്രൈസ്, പാരിസ്ഥിതികമായിട്ടുള്ള വിലയിരുത്തൽ, പാരിസ്ഥിതികമായിട്ടുള്ള ചില പഠനങ്ങളാണ് നടത്താൻ പോകുന്നത്. ദ ലൊക്കേഷൻ ഓഫ് ദ പ്രോജക്റ്റ്, ടൈപ്പ് ഓഫ് ടെക്നോളജി ടു ബി യൂസ്ഡ് ആൻഡ് മെത്തേഡ് ഓഫ് എഫ്ലുവന്റ് ഡിസ്പോസൽ ആർ ടു ബി ഡിസൈഡഡ് ഓൺലി ആഫ്റ്റർ ടേക്കിംഗ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻ ടു കൺസിഡറേഷൻ. ദ ലൊക്കേഷൻ ഓഫ് ദ പ്രോജക്റ്റ്, നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രോജക്റ്റിലൂടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള സ്ഥലത്തായിരിക്കണം. എന്ത് ടൈപ്പ് ഓഫ് ടെക്നോളജി യൂസ് ചെയ്യണമെന്നുള്ളത് എൻവയോൺമെന്റൽ ആസ്പെക്റ്റ് കൂടി കൺസിഡർ ചെയ്തു വേണം. ഏത് തരത്തിലാണ് വേസ്റ്റ് എഫ്ലുവൻസ് ഉണ്ടാകുന്നത്, ഏത് തരത്തിലാണ് നമ്മൾ വേസ്റ്റുകൾ അതിൻ്റെ പൊല്യൂഷൻ ഒന്നും ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം ഈ ബിസിനസ് നമ്മൾ പ്രോജക്റ്റ് നമ്മൾ ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ലൊക്കേഷനും ടൈപ്പ് ഓഫ് ടെക്നോളജിയും മെത്തേഡ് ഓഫ് എഫ്ലുവൻറ്റും ഒക്കെ, എഫ്ലുവൻറ്റ് ഡിസ്പോസൽ ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഘടകങ്ങളും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, പബ്ലിക് ഹെൽത്ത്, പൊതുജന ആരോഗ്യം, പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ് എക്സെട്ര, വായു മലിനീകരണം, ജലമലിനീകരണം, മറ്റ് മലിനീകരണങ്ങളെല്ലാം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ഈ അപ്രൈസൽ, അല്ല അതിലൂടെ വേണം നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മൂന്നാമതായിട്ട് മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ, അതും കൂടി സംരക്ഷിച്ചുകൊണ്ടാണോ ഈ പ്രപ്പോസൽ മുന്നോട്ട് പോകുന്നത്, ഈ പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കുന്നത്, അത് ശരിയായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ. എഫിഷ്യൻ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ത്രൂ റീസൈക്ലിംഗ്, എല്ലാ നാച്ചുറൽ റിസോഴ്സസും റീസൈക്ലിംഗ് ചെയ്തുകൊണ്ട് അതിനെയും സംരക്ഷിക്കുന്ന തരത്തിൽ, ശരിയായിട്ട് അതിനെ നിലനിർത്തുന്ന തരത്തിലാണോ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. അതാണ് എഫിഷ്യൻ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ത്രൂ റീസൈക്ലിംഗ്. നമ്മുടെ റീസൈക്ലിംഗ് പ്രക്രിയയിലൂടെ നമുക്ക് അതിനെ സംരക്ഷിക്കുന്ന തരത്തിലൂടെ ആകണം നമ്മുടെ പ്രോജക്റ്റും പോകേണ്ടത്. കൺസർവേഷൻ ഓഫ് റയർ സ്പീഷീസ്, അപൂർവങ്ങളായിട്ടുള്ള സ്പീഷീസുകളുണ്ട്, അത് ചിലപ്പം വൃക്ഷങ്ങളാകാം, അപൂർവങ്ങളായിട്ടുള്ള ചില സ്ഥലങ്ങളാകാം, അതൊക്കെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ പ്രോജക്റ്റ് നടത്തേണ്ടത്. നാലാമതായിട്ട്, അതായത് പ്രോജക്റ്റ് അപ്രൈസലിൻ്റെ നാലാമത്തെ ആസ്പെക്റ്റ് മാർക്കറ്റ് അപ്രൈസൽ. ഏറ്റവും പ്രധാനപ്പെട്ട അപ്രൈസൽ എന്ന് പറയാം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഓൺട്രപ്രണർ ആൻറ്റിസിപ്പേറ്റ്സ് ഹൂ വിൽ ബി ദ പോസിബിൾ കസ്റ്റമേഴ്സ്, ആരായിരിക്കണം യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ ഉപഭോക്താക്കൾ. നമ്മൾ ആരംഭിക്കുന്ന പ്രോജക്റ്റിലൂടെ അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ഉൽപ്പന്നം വാങ്ങുന്ന കസ്റ്റമേഴ്സ് ആരായിരിക്കണം, എവിടെയാണ് ഈ കസ്റ്റമേഴ്സിന് ഈ പ്രോഡക്റ്റുകൾ എത്തിക്കേണ്ടത്, എപ്പോഴാണ് ഈ പ്രോഡക്റ്റ് നൽകേണ്ടത്, എത്ര വിലയ്ക്കാണ്, ഏത് വിലയ്ക്കാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ നൽകേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റ് അപ്രൈസലിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാർക്കറ്റ് അപ്രൈസൽ നമ്മൾ നോക്കുമ്പോൾ കൺസംഷൻ ട്രെൻഡ്സ് ഇൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്, എന്തൊക്കെയാണ് പണ്ടും ഇപ്പോഴും കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. പാസ്റ്റ് ആൻഡ് പ്രസൻസ് സപ്ലൈ പൊസിഷൻ, ജനങ്ങൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്ത് ലഭിക്കുന്നുണ്ടോ, എത്രയാണ് ഡിമാൻഡ്, എത്രയാണ് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കുവാൻ പറ്റുന്ന സാധനങ്ങളുടെ എണ്ണം, ക്വാണ്ടിറ്റി, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ്, ഈ ഉൽപാദന സാധ്യതകൾ എങ്ങനെയാണ്, ഇറക്കുമതി കയറ്റുമതി കാര്യാദികൾ എങ്ങനെയാണ്, സ്ട്രക്ചർ ഓഫ് കോമ്പറ്റീഷൻ, എന്തെങ്കിലും മത്സര രംഗത്തുള്ള മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ നിലവിലുണ്ടോ, കോസ്റ്റ് സ്ട്രക്ചർ, എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതായത് പ്രൈസിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡിൽ ഉള്ള വ്യതിയാനങ്ങൾ, കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്താവിൻ്റെ പെരുമാറ്റം, അവൻ്റെ മനോഭാവം, മറ്റ് പ്രിഫറൻസസുകൾ, എന്തൊക്കെയാണ് അവൻ ഉദ്ദേശിക്കുന്നത് വാങ്ങിക്കുവാൻ, അവൻ്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം മാർക്കറ്റ് അപ്രൈസലിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അഞ്ചാമതായിട്ട് എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ അപ്രൈസൽ, അതായത് പ്രോജക്റ്റ് അപ്രൈസലിൻ്റെ അഞ്ചാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ അപ്രൈസലാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ, വെദർ ദ ബെനഫിറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോജക്ട്സ്, ഈ പ്രോജക്റ്റിലൂടെ ലഭിക്കുന്ന ലാഭം അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ, ഈ പ്രോജക്റ്റിലൂടെ ലഭിക്കുന്ന വളർച്ച, ഈ പ്രോജക്റ്റിലൂടെ ബിസിനസ്സിനുണ്ടാകുന്ന ഉന്നമനം, ഇതെല്ലാം മോർ ദാൻ ദ പ്രോജക്റ്റ് കോസ്റ്റ്, പ്രോജക്റ്റിൻ്റെ കോസ്റ്റിനെക്കാട്ടും കൂടുതലാണോ എങ്കിൽ അത് പെട്ടെന്ന് നടപ്പിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് അപ്രൈസലിലൂടെ, എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ അപ്രൈസലിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം സോഴ്സ് ഓഫ് ഫണ്ട്. സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ ഭാഗത്ത് നമുക്ക് പുറമേ നിന്നും നമുക്ക് സമ്പത്ത് കണ്ടെത്താൻ പറ്റും ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി. അകമേ നമ്മുടെ ബിസിനസ്സിനകത്തു നിന്നും നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കുവാനായിട്ട് പറ്റും. ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ്, ഈ പ്രോജക്റ്റിലൂടെ ഗവൺമെൻറ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുന്ന പ്രോജക്റ്റാണോ, അങ്ങനെയുള്ള പ്രോജക്റ്റുകളുണ്ട്. അത് ഈ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ അപ്രൈസലിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സഹായം ലഭിക്കുന്നുണ്ടോ. കോസ്റ്റ് റിക്കവറി മെക്കാനിസം, ചിലപ്പോൾ ചില ബിസിനസ്സുകളൊക്കെ ബിസിനസ് ആരംഭിച്ച് തുടങ്ങി എത്രയും പെട്ടെന്ന് നമുക്ക് ആ മുടക്കിയ കാശ് തിരികെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കോസ്റ്റ് റിക്കവറി മെക്കാനിസം അതിലുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കുന്നത് എക്കണോമിക് അനാലിസിസ് ഈസ് ആൾസോ റെഫേർഡ് ടു ആസ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഇതിനെ നമ്മൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നും കൂടെ പറയും. In this evaluation, the focus is on the social cost and benefits rather than monetary cost. നമ്മൾ വെറും സാമ്പത്തികമായിട്ടുള്ള കോസ്റ്റുകളും ബെനിഫിറ്റുകളും മാത്രം നോക്കാതെ സാമൂഹികമായിട്ടുള്ള കോസ്റ്റുകളും ബെനിഫിറ്റുകളും കൂടി നമ്മൾ പരിശോധിക്കണം. അതിൽ എന്തൊക്കെയാണ് സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ്, എന്തൊക്കെയാണ് അതിൻ്റെ ചെലവ്, ഈ പ്രോജക്റ്റിലൂടെ സൊസൈറ്റിക്ക് എന്തൊക്കെയാണ് നേട്ടം, സൊസൈറ്റിയിലുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ല ബെനഫിറ്റുകൾ തൊഴിൽപരമായിട്ടോ മറ്റു തരത്തിലുള്ള ബെനഫിറ്റുകളൊക്കെ സൊസൈറ്റിക്ക് കിട്ടുന്നുണ്ടോ, അവരുദ്ദേശിക്കുന്ന പ്രോഡക്റ്റുകൾ ഉദ്ദേശിക്കുന്ന വിലയിൽ തന്നെ കിട്ടുന്നുണ്ടോ, ഇങ്ങനെയുള്ള ആ പ്രോജക്റ്റിലൂടെ സൊസൈറ്റിക്കുള്ള ഇമ്പാക്റ്റ് ഓഫ് പ്രോജക്റ്റ് ഓൺ ദി സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ സൊസൈറ്റി. ഇമ്പാക്റ്റ് ഓഫ് പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിലൂടെ ഇമ്പാക്റ്റ് എന്താണ്, സേവിങ്സിലൂടെയും ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയും ആ സൊസൈറ്റിക്കുള്ള ഒരു ഇമ്പാക്റ്റ് എന്താണ്, നിക്ഷേപവും സേവിങ്ങിലും ഒക്കെ ഉള്ള ഒരു ഇമ്പാക്റ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ എക്കണോമിക് അനാലിസിസിലൂടെ മനസ്സിലാക്കുന്നത്. ഈ നമ്മൾ പഠിച്ച ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് എന്താണ്, ഈ യൂണിറ്റിൽ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്നത് പ്രോജക്റ്റ് അപ്രൈസൽ എന്താണ്, ആ പ്രോജക്റ്റ് അപ്രൈസലിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് പഠിച്ചത്. എല്ലാ കുട്ടികൾക്കും ഈ ക്ലാസ്സിൻ്റെ അർത്ഥങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും
പ്രത്യേകമായിട്ട് നന്ദി. നമസ്കാരം.